ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും ഇഷ്ടമാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് പതുക്കെ മതിയെന്നുള്ള വിചാരിച്ചിട്ട് നമ്മള് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചതാണേ. അപ്പോ എല്ലാവർക്കും സൺഡേ ആശംസകൾ. എന്നാ വാ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം, എന്നിട്ട് കഴിച്ചിട്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, എന്തൊക്കെയാ എടുത്തിരിക്കണെന്ന് നോക്കാം. കുറച്ച് ഗ്രീൻ പീസ് ഉണ്ട്, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, 2 തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇഷ്ടമുണ്ട് വെക്കാൻ നോക്കാം കേട്ടോ. വെരി സിമ്പിൾ ആണ്, എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഡിഷ്, അത്രേ ഉള്ളൂ. ഉള്ളിയും ഉരുളക്കിഴങ്ങും നുറുക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം തക്കാളി നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം, എന്നാൽ അതിന്റെ തൊലി ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഞെക്കിയെടുത്താൽ കിട്ടും. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി എല്ലാം കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് നുറുക്കിയെടുക്കാം. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. പച്ചമുളക് ചേർക്കാം, പച്ചമുളക്, ഇഞ്ചി. മഞ്ഞൾപ്പൊടി അല്പം ഇട്ടു, ഇനി ഉപ്പിടണം. 4 വിസിൽ വേണ്ടി വരും, നല്ലതാണ്. ഗ്രീൻ പീസ് ഒക്കെ വേവുള്ളൂ കേട്ടോ. ഇനി തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളം അങ്ങ് കുടിച്ചാലോ. പിന്നെ നമുക്കിത് ചിരകിട്ട് വരാം കേട്ടോ. ഈ കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ തക്കാളി അതേ ഇങ്ങനെ തൊലി മാറ്റിയെടുക്കണേ, പെട്ടെന്ന് കിട്ടും. പിന്നെ അരച്ചെടുത്ത തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം കറിവേപ്പില, വെളിച്ചെണ്ണ ഇത് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള ഇഷ്ടു റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. നല്ല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല പൊള്ളൊക്കെ എന്നിട്ട് ആഹാ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിച്ചാലോ. വിഷ്ണുവിന്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഒരു രക്ഷയില്ല, ഭയങ്കര രസം.